ഹലോ മുജുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെർണോബിൽ എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന അവസാനത്തെ ഭാഗമാണ്. ഈ അവസാനത്തെ എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഈ വലിയൊരു എക്സ്പ്ലോഷൻ ചെർണോബിൽ നടക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു 12 മണിക്കൂർ മുന്നേയുള്ള ചെർണോബിൽ പവർ പ്ലാന്റ് അതിന്റെ ചുറ്റുമുള്ള പ്രദേശം കാണിക്കുകയാണ്. മെയിനായിട്ട് ആ സ്ഥലത്തിന് പറയുന്ന പേര് പ്രിപ്പയാത്ത് എന്നാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏപ്രിൽ 25, 1986 12 മണിക്കൂർ എക്സ്പ്ലോഷന് മുന്നേ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുകയാണ്. ലിഡിയ, അവളുടെ ആ ഒരു മരിച്ചുപോയ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവരൊന്നും ഇതൊന്നും അറിയാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ വീട്ടിലിരിക്കുകയാണ്. ലിഡിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ തന്റെ സുഹൃത്തിന്റെ കുഞ്ഞിനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഫാമിലീസ് അവിടെയുണ്ട്. ഇതിനുശേഷം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടല്ലോ, അവിടുത്തെ പ്രധാനിയായിട്ടുള്ള ആ ഒരു സയന്റിസ്റ്റിനെ കാണിക്കുകയാണ്. അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് ഇയാൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. അവിടെ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ആ ഒരു ഓണർ ഉണ്ടല്ലോ, അയാളുടെ തന്നെ പാർട്ട്ണർ ആയിട്ടുള്ള ആ ഒരു കണ്ണാടിക്കാരൻ. ഇയാളുമായിട്ട് സയന്റിസ്റ്റ് എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ആ ഒരു പ്രധാനിയായിട്ടുള്ള ആ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, കൂടുതൽ പ്രൊമോഷൻ കിട്ടി ചെർണോബിലിൽ നിന്നും അവൻ നേരെ ഇപ്പൊ മോസ്കോയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്നാൽ ആ ഒരു പൊസിഷൻ ഈ കണ്ണാടിക്കാരന് വേണം. അതുകൊണ്ട് ഇവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സേഫ്റ്റി ടെസ്റ്റ് അത് വേഗം ചെയ്യണം എന്നൊക്കെയാണ് ഈ കണ്ണാടിക്കാരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഒരു രീതിയിൽ ഇയാൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണാടിക്കാരന് മറ്റേ ആ ഒരു പാർട്ട്ണറേക്കാൾ മുന്തി നിന്നുകൊണ്ട് നേരെ മോസ്കോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ കണ്ണാടിക്കാരൻ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഈ സയന്റിസ്റ്റിനും വന്നിരിക്കാൻ പറ്റും. അതായത് ഒരു അധികാരം, അതിനു വേണ്ടിയിട്ടുള്ള കളി തന്നെയാണ് ഇതൊക്കെ. ഇപ്പൊ പ്രധാനമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അയാളോട് ഈ കണ്ണാടിക്കാരൻ പറയുന്നുണ്ട് ഇതുപോലെയുള്ള സേഫ്റ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് മെയിൻ ആയിട്ടുള്ള ഈ ഒരു പാർട്ട്ണർ പറയാണ്. ഇതേ നേരം തന്നെ സയന്റിസ്റ്റ് പറയണം, സാർ അങ്ങനെയല്ല, നമ്മൾ എന്തായാലും ആ ഒരു സേഫ്റ്റി ടെസ്റ്റ് അത് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ സയന്റിസ്റ്റ്, നിങ്ങൾ അങ്ങനെയാ പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാണ്. അതായത് ഈ സയന്റിസ്റ്റ് കണ്ണാടിക്കാരൻ ഇവരുടെ ഇടയിൽ വേറൊരു ഡീലുണ്ട്. മെയിൻ പാർട്ട്ണർ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു കണ്ണാടിക്കാരൻ ഇപ്പൊ അയാളുടെ ആ ഒരു സീറ്റിൽ പോയിരുന്നു. എന്തോ അയാൾക്ക് ആ ഒരു ചെയറിനോട് അല്ലെങ്കിൽ ആ ഒരു അധികാരത്തോട് ഭയങ്കര താല്പര്യമാണ്. സംതിങ് അവിടെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു എക്സ്പ്ലോഷൻ നടന്ന് ഒരു വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. അതായത് നമ്മുടെ ജെറാഡ് ഹാരിസിനെ, അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ഒരാൾ വിളിച്ച് കയറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, സോവിയറ്റ് യൂണിയൻ. അന്തകാലത്ത് അതിന്റെ ആ ഒരു ചാരി സംഘടനയായിട്ടുള്ള KGB ഉണ്ടല്ലോ, അതിന്റെ തലവനായിരുന്നു അയാൾ. അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ജെറാഡിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്തായാലും പബ്ലിക്കിനോട് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷന്റെ കാരണം അത് അവിടെയുള്ള ചില സയന്റിസ്റ്റുകളുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും നന്നായി. എന്നാൽ ജെറാഡ് ഹാരിസ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് തന്നെയാണ്. എന്തിനാണെന്നല്ലേ, അതായത് ഇവിടെ വേറെയും ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, അതെല്ലാം നല്ല രീതിയിൽ സേഫ്റ്റിയോട് കൂടി മാറ്റിക്കോളാം എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജെറാഡ് ഇതേ രീതിയിൽ നുണ പറഞ്ഞത്. നുണ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ വെച്ചില്ല, അത് പ്രോപ്പറായിട്ട് ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്തില്ല. ഇതൊക്കെയാണ് ഈ വലിയൊരു അപകടത്തിന്റെയും ദുരന്തത്തിന്റെയും കാരണം എന്ന് പറയുന്നത്. എന്നാലും ജെറാഡിന് ഇപ്പൊ വലിയ വിശ്വാസമൊന്നുമില്ല ഇവർ ബാക്കിയുള്ള ആ ഒരു പവർ പ്ലാന്റ് അതെല്ലാം സേഫ്റ്റിയോട് കൂടിയിട്ട് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ ജെറാഡ് അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ, മുടിയിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് തോന്നിയിട്ട് ഒന്ന് തടവി നോക്കിയപ്പോൾ ആ മുടി ഫുള്ളായിട്ട് അങ്ങോട്ട് അറ്റ് വരികയാണ്. റേഡിയേഷന്റെ ആ ഒരു എഫക്ട് അത് കാരണം തന്നെയാണ്. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കുന്ന പോലും ഇല്ല ജെറാഡ്, കാരണം ഇതിനേക്കാൾ വലിയ ടെൻഷൻസ് ആണ് തലയിൽ. ഇതേ നേരം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, എമിലിയാണ്. എമിലി പറയാണ്, നിങ്ങൾ ആ ഒരു സ്പീച്ചിൽ പബ്ലിക്കായിട്ട് നുണ പറഞ്ഞല്ലേ, എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യവും മറച്ചു വെക്കുന്നത്? ഇതിന് കുറ്റക്കാരി ഗവൺമെന്റ് ആണെങ്കിൽ ആ കാര്യം തന്നെ നിങ്ങൾ പറയണം. ഇതേ സമയത്ത് ജെറാഡ് പറയണം, എനിക്കത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ഉടനടി അവരെന്നെ വെട്ടിവെച്ച് കൊന്നുകളയും. ഇതേ നേരം എമിലി പറയാണ്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നടത്തിയ റിസർച്ചിന്റെ ബുക്കുകളാണിത്, അതിൽ മുഴുവനും അന്ന് റേഡിയേഷനിൽ എഫക്റ്റ് ആയ ഒരാൾ പോലും ജീവനോടില്ല, എത്രയോ പേര് വളരെ ബ്രൂട്ടലായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും എന്തിന് ഇതിനു വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുന്നു? ഈ സത്യം എല്ലാവരോടും തുറന്നു പറയാനായിട്ട് നിങ്ങൾക്കൊന്ന് ധൈര്യം കാണിച്ചൂടെ എന്നൊക്കെ എമിലി ചോദിക്കുമ്പോൾ ജെറാഡ് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. 1987 ആയിട്ടുണ്ട്. ഇന്നാണ് കോർട്ടിൽ വെച്ച് ഈ ഒരു കേസിന്റെ അവസാന വിധി അത് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അന്ന് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പ്രധാന പ്രതികളായിട്ട് ഇപ്പൊ അവിടെ നിർത്തിയിരിക്കുന്നത് ആ ഒരു മെയിൻ സയന്റിസ്റ്റ്, അതുപോലെ തന്നെ ആ കണ്ണാടിക്കാരൻ, അതുപോലെ ആ ഒരു മെയിൻ ആയിട്ടുള്ള പാർട്ട്ണർ. പിന്നീട് കോടതിയോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു കമാൻഡറാണ്. അതിനുവേണ്ടി ആ ഒരു റിയാക്ടറിന്റെ മിനിയേച്ചർ രൂപം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പവർ പ്ലാന്റ് അതിന്റെ നിർമ്മാണം കഴിഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഇതിന്റെ ആ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തതും. അതും പോരാത്തതിന് സേഫ്റ്റി ടെസ്റ്റ് അത് ഇവരെ കൊണ്ട് നേരേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ 3 വർഷം മുന്നേ തന്നെ 3-4 തവണ ഇവരത് ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ആ പവർ പ്ലാന്റ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് എങ്ങനെയാണ് അവിടെ എനർജി ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മിനിയേച്ചർ രൂപം വെച്ചുകൊണ്ട് തന്നെ കമാൻഡർ ഈ കോടതിയോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഉള്ളിലെ കോർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതിനുവേണ്ടി റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ എന്താവും, വാട്ടർ നല്ല രീതിയിൽ തിളച്ച് അത് നീരാവി
നീരാവിയായിട്ട് മാറും. ആ നീരാവി ഒരു ടർബൈനിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ഫാനും കാര്യങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലൂടെ എനർജി, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു ഹീറ്റ് അതിനെ കൺട്രോൾ ചെയ്തേ മതിയാവുള്ളൂ. കാരണം അത് ഉണ്ടാവുന്നത് റേഡിയേഷനിലൂടെയാണ്. അത് കൺട്രോൾ അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ വലിയ എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞുതരാം. അതായത് കൂടുതൽ സയന്റിഫിക് ആയിട്ട് നമ്മൾ പോകാൻ നിന്നാൽ അതിന് കുറേ നേരം വേണ്ടി വരും. ഒരു ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നില്ല. അതായത് അവിടെയുള്ള മെഷീൻസ് വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഹൈ ടെമ്പറേച്ചർ കൂടി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് വെള്ളം മടിച്ചു കയറ്റി അതിന്റെ ടെമ്പറേച്ചർ കുറക്കാൻ പാകത്തിനായിട്ട് 3 ടാങ്കുകൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. മാനുവലി അതിന് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ടാങ്കിൽ നിന്നും വെള്ളം മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ ചെറുതാക്കും, അതായത് കുറച്ച് കളയും. എന്നാൽ ഈ സേഫ്റ്റി ടെസ്റ്റ് ഉണ്ടല്ലോ, ആ സേഫ്റ്റി ടെസ്റ്റിൽ സക്സസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു ഗുഡ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയിൽ ഇവരെന്തോ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു, ഒരു അഴിമതി കാണിച്ചു. അന്ന് ആ ഒരു കോറ് നന്നായിട്ട് ഹീറ്റായ സമയത്ത് എമർജൻസി ആയിട്ട് വെള്ളം തുറന്നു വിടുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇവർ പതിയെ പതിയെ ഡിലേ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി അവസാനം എന്തായി, ആ കോറിലെ ആ ടെമ്പറേച്ചർ കൂടി അവസാനം അതിന് താങ്ങാൻ പറ്റാതെ ആയ പോലെ പൊട്ടലങ്ങ് കൂട്ടി. അതാണ് ഇത്രയും വലിയ, ഈ ലോകം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ന്യൂക്ലിയർ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. കമാൻഡർ ഈ കാര്യങ്ങളൊക്കെ കോടതിയോട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മിഷനറീസിന്റെയോ ഒന്നും പ്രശ്നമായിരുന്നില്ല. പൂർണ്ണമായിട്ടും അവിടെ വർക്ക് ചെയ്തിരുന്ന സയന്റിസ്റ്റുകൾ, പിന്നെ അതിന്റെ ഓണേഴ്സ്, ഇവരുടെ ഭാഗത്തു നിന്നുള്ള 100% മിസ്റ്റേക്ക് തന്നെയാണ് ഈ മഹാദുരന്തത്തിന് കാരണമായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വിശദമായിട്ട് പറയുന്ന സമയത്തും ഇതെല്ലാം ഈ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുത്ത ഗവൺമെന്റിനെ കുറിച്ച് കമാൻഡർ ഒന്നും പറയുന്നില്ല കേട്ടോ. പ്രധാന കുറ്റവാളി ഗവൺമെന്റ് ആണ് അവിടെ. ഇതിനുശേഷം കോടതിയോട് സംസാരിക്കാൻ വരുന്നത് എമിലിയാണ്. എമിലിയും പൂർണ്ണമായിട്ടും ഈ കുറ്റം ഇട്ടുകൊടുക്കുന്നത് ആ 3 പേരുടെ തലയിലാണ്. പ്രധാനിയായിട്ടുള്ള സയന്റിസ്റ്റ്, അതുപോലെ തന്നെ ആ കണ്ണാടിക്കാരൻ പാർട്ട്ണർ, പിന്നെ മറ്റേ ആ ഒരു പാർട്ട്ണർ, ഇവർ 3 പേരും തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണക്കാർ. അതായത് ആ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നതിന് മുന്നേയുള്ള ആ ഒരു 10 മണിക്കൂറുള്ള സംഭവങ്ങൾ കാണിക്കുകയാണ്. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞു മറ്റേ ഷിഫ്റ്റിന് ആൾക്കാർ വന്നിരിക്കുകയാണ്. അതായത് അടുത്ത ഷിഫ്റ്റിന്. ആ ഷിഫ്റ്റിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ഈയിടെയായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ ആ ചെറുപ്പക്കാരനെ തന്നെ ഈ മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ കീഴെയുള്ള ഒരാളുണ്ട്, അക്കീമോ. തുടക്കത്തിലൊക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ അക്കീമോ വിളിച്ചിട്ട് പറയാണ്, നമ്മൾ ഇവിടെ ഒരു സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ആ ഒരു റിയാക്ടറിന്റെ കൺട്രോൾ അത് നീയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ പറയാണ്, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ, വന്ന പാട് തന്നെ എനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുക? ഈ സമയത്ത് അക്കീമോ പറയാണ്, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ മെയിൻ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കല്ലാതെ വേറെ എന്താ ചെയ്യുക? എന്നാൽ ഇവർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതായത് എനർജി വളരെയധികം കുറച്ചുകൊണ്ട് സേഫ്റ്റി ടെസ്റ്റ് എടുക്കാൻ പോവുക. എന്നാൽ അതുപോലെ എനർജി കുറച്ച് വെക്കാൻ പാടില്ല. എന്താണെന്നറിയോ, ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാ ചെറുപ്പക്കാരും അല്ലെങ്കിൽ ജീവനക്കാരും ഇവരൊന്നും അട്ടത്ത് നോക്കി ഇങ്ങോട്ടേക്ക് വന്നവരല്ല, സയൻസ് പഠിച്ച് വന്നവരാണ്. അവർക്കറിയാം ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് നല്ലൊരു പേടിയുണ്ട്. മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. സേഫ്റ്റി ടെസ്റ്റ് അതിൽ പാസ്സാവാൻ വേണ്ടി ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടി ഇതവർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മടിയൊരു ചെറുപ്പക്കാരൻ കാണിച്ചപ്പോൾ മെയിനായിട്ടുള്ള സയന്റിസ്റ്റ് ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നെക്കാളും വലിയ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെയാണല്ലോ, പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ ഒരു ജോലി ചെയ്യാണ്. മാത്രമല്ല ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. തൊലി ഉരിച്ചു കളഞ്ഞ ഒരു ഇറച്ചിക്കണ്ടം പോലെയായിട്ട് അത്രയും ബ്രൂട്ടലായിട്ടാണ് ഈ പാവം ചെറുപ്പക്കാരൻ മരിച്ചുപോയത്. സോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എമിലി പറഞ്ഞ് അവളുടെ ആ ഒരു വാദവും കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് വാദിക്കാൻ വരുന്നത് ആരാണ്? നമ്മുടെ ജെറാഡ് ഹാരിസ് തന്നെ. ഒന്നുകൂടെ വിശദമായിട്ട് ഓരോ കാർഡുകളും വെച്ച് അല്ലെങ്കിൽ ഓരോ എന്താ പറയാ ആ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് തന്നെ കോടതിക്ക് വിശദമായിട്ട് ജെറാഡ് ഹാരിസ് എന്താണ് പവർ പ്ലാന്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് യുറേനിയം എന്നൊരു ഭയങ്കരമായ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം, അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള റേഡിയേഷൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഹീറ്റ് ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവുന്നില്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ബോറോൺ റോഡുകൾ അവിടെ ഒരുപാട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ സദാസമയം ആ ഒരു പവർ അവരവിടെ നിലനിർത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ഈ യുറേനിയം വെച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് വെള്ളമാക്കി ആ വെള്ളത്തിനെ ഒരു ടർബൈനിലേക്ക് കടത്തിവിട്ട് ആ ടർബൈൻ കറക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ അന്നേ ദിവസം അവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മളെ വിഷ്വലി കാണിക്കുകയാണ്. അക്കീമോ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ആ ഒരു റിയാക്ടറിനെ ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പതിയെ അതിന്റെ ആ ഒരു പവർ കുറച്ച് വരികയാണ്. 2000 എന്നുള്ളത് 1000 ആക്കി, 1000 എന്നുള്ളത് 700 ആക്കി. അങ്ങനെ ആ ഒരു 700 ലെവലിൽ പവറിൽ നിർത്തിയിട്ട് എന്തോ ഒരു സേഫ്റ്റി ടെസ്റ്റ് ഇവർക്ക് ചെയ്യണം. ഉടായിപ്പായിട്ട് അത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും വേണം. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ പവർ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അതായത് പവർ ഇങ്ങനെ കുറച്ച് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ഇയാൾ പറയാണ്, നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്? ഒറ്റയടിക്ക് പവർ കൂട്ടുക അല്ലെങ്കിൽ ആകെ പണിയാവെന്ന് പറയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ പവർ ഇങ്ങനെ നല്ല രീതിയിൽ കുറഞ്ഞു പോയാൽ യുറേനിയം ഉണ്ടാക്കുന്ന ആ ഒരു ഹീറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭയങ്കരമായ ഹീറ്റ്
അതിങ്ങനെ കൂടി 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 വരും. അതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം? ഈ ബോറോൺ റോഡുകൾ അതിലേക്ക് പവർ സപ്ലൈ ചെയ്ത് അതിനിങ്ങനെ എന്താ പറയാ, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നിർത്തണം. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല, പവർ വളരെയധികം കുറഞ്ഞു പോയില്ലേ. എന്നാൽ ഇതേ നേരം തന്നെ ആ റിയാക്ടർ കോർ അതിന്റെ ടെമ്പറേച്ചർ കൂടി 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 വരികയാണ്. ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് അക്കീം ആ ഒരു നേരത്ത് വാൺ ചെയ്തായിരുന്നു ആരുടെ അടുത്ത്? പ്രധാനിയായിട്ടുള്ള ആ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ അയാൾ പറയാണ്, എന്നോട് കൽപ്പിക്കാൻ നീ ആരടാ? 25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ, ഇവിടുത്തെ എല്ലാവരുടെയും ചീഫ് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പൊ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യും. അങ്ങനെ ചെയ്ത് പവർ സപ്ലൈ ഇല്ലാതെയായി, കൺട്രോൾ റോഡുകളുടെ കൺട്രോൾ നഷ്ടമായി, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി അവസാന റിയാക്ടർ ഉള്ളിൽ നിന്ന് ഒരൊറ്റ പൊട്ടലാണ്. അപ്പൊ ഇതിന്റെ പ്രധാന ഉത്തരവാദി ആ ഒരു മെയിൻ ആയിട്ടുള്ള ചീഫ് സയന്റിസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇയാളോട് ആ ഒരു കോർട്ടിൽ വെച്ച് ഈ കാര്യം നേരിട്ട് വയ്ക്കുമ്പോൾ ഇയാൾ പറയുന്നത്, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഇവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതാണ് ആ ചെറിയ സയന്റിസ്റ്റുകൾ. ഞാൻ ആ സമയത്ത് അപ്പിടാൻ വേണ്ടി പോയായിരുന്നു. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് എഴുന്നേറ്റ് എന്ന് പറയാണ്, നിങ്ങൾ അപ്പിടാനും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സയന്റിസ്റ്റുകളും സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്നും മിണ്ടാതെ ഇയാൾ തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ കമാൻഡർക്ക് വല്ലാണ്ട് ചുമ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോയിരുന്ന ഈ കമാൻഡറുടെ അടുത്തേക്ക് ജെറാഡ് ഹാരിസ് വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ഇയാൾ ചുമച്ചപ്പോൾ അതിൽ ചോരയൊക്കെ ആയിട്ടുണ്ട്. ആ റേഡിയേഷന്റെ എഫക്ട് രണ്ടുപേരുടെയും ശരീരത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ജെറാഡ് ഹാരിസിന്റെ മുടി വരെ പൊഴിയാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു കമാൻഡർ അയാളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ജെറാഡ് പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 വർഷം കൊണ്ട് ക്യാൻസർ വന്ന് ഇവരെല്ലാവരും മരിക്കാനുള്ളതാണ്. എന്തായാലും രണ്ടുപേരും അവിടെ ഇരുന്ന് കുറെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ, അതായത് ഇത്രയും വർഷം ഇത്രയും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ നല്ലൊരു ചങ്ങാത്തം വളർന്നിട്ടുണ്ടായിരുന്നു. അതേ നേരം തന്നെ ജെറാഡ് ഇപ്പോൾ കമാൻഡറോട് പറയാണ്, സാറേ ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളൊരു വെറും വൃത്തികെട്ട റൂഡായിട്ടുള്ള ആളാണെന്നാ. ഒരു പരിധി വരെ നിങ്ങൾ ഭയങ്കര പരുക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അന്ന് അപകടം നടന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും അത് നിങ്ങൾ ഒരാൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയതും. അക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമുണ്ട് കേട്ടോ. എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞു. എല്ലാവരും വീണ്ടും കോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. വീണ്ടും വിശദമായിട്ട് അവിടെ എന്താ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കൺട്രോൾ റോഡുകൾ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ഈ റിയാക്ടറിന്റെ ഒരു സഡൻ ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് എല്ലാം ചവിട്ടുന്നത് പോലെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇതൊന്നും നടക്കാതായപ്പോൾ പതിയെ അതിൽ നിന്ന് കുറച്ച് റോഡുകൾ എടുത്ത് മാറ്റാൻ പറഞ്ഞായിരുന്നു. പിന്നീട് സിറ്റുവേഷൻ കൂടുതൽ വഷളായി. ആ റിയാക്ടറിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി. എന്നാൽ ഇതുപോലെ ടെസ്റ്റ് നടക്കുന്നതെന്നൊന്നും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള സയന്റിസ്റ്റുകളാണ് ആ തൊഴിലാളികളും. എന്നാൽ അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ പാവങ്ങൾ അറിയുന്നില്ലല്ലോ ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്. ആ കാണുന്ന റിയാക്ടറിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ പോയാലും, എന്തൊക്കെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ അവസാനം ഈ ഒരു പവർ പ്ലാന്റിൽ ഏറ്റവും വലിയ സേഫ്റ്റി മെഷർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, AZ5. എന്നാൽ ജെറാഡ് ഹാരിസ് ആ ഒരു സ്വിച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൈലന്റ് ആയി പോവാണ്. അതായത് അതിനുശേഷമുള്ള കാര്യങ്ങൾ ജെറാഡ് പറയുന്നില്ല. ഇപ്പൊ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെയിൻ ചീഫ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ഇയാൾ എഴുന്നേറ്റ് പറയുന്നത്, ആ പറയേ, നിങ്ങൾ എന്താ സ്വിച്ചിന്റെ കാര്യം പറയാത്തെ? എല്ലാം കൂടെ എന്റെ പെടലിക്ക് ഇടാതെ യഥാർത്ഥ കാരണക്കാരാരാണെന്നും കൂടെ പറയേ. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന പ്രധാനിയായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇയാൾ എഴുന്നേറ്റ് പറയണം, മതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം വിധി പ്രഖ്യാപിക്കാൻ ആ ഒരു നേരം ആയിട്ടുണ്ട്. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ജഡ്ജി എടുക്കണം, മതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇനി അധികം വൈകാതെ വിധി പ്രഖ്യാപിക്കാൻ പോവാണ്. അതായത് ഇവരുടെ ഉള്ളിലേക്ക് ഒരു പേടി വന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന, ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവരും അതിന് കുറ്റക്കാരാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് വെറും ഒരു നാടകം മാത്രമാണ്. സോ ആ ഒരു ബഹളം എല്ലാം കണ്ടപ്പോൾ പെട്ടെന്ന് ഒരാൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ കമാൻഡർ തന്നെ. ചാടി എഴുന്നേറ്റ് പറയാണ്, എല്ലാവരും മിണ്ടാതിരിക്കുക. ജെറാഡ് ഹാരിസ് അദ്ദേഹത്തിന് എന്തോ പറയാണ്ട്, അത് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാവരും അത് കേൾക്കണം തന്നെ പറയണം. അതായത് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ AZ5 ആ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ആവും. എന്നാലുണ്ടല്ലോ ഇവിടെ സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ കൺട്രോൾ റോഡുകൾ ഇതിന്റെ ഒരു പരിധി വരെ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാഫൈറ്റുകളാണ്. കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കാൻ പല മെറ്റീരിയൽ ഉപയോഗിക്കാം, അതിലൊന്നാണ് ഗ്രാഫൈറ്റ്. എന്നാൽ ഈ ഗ്രാഫൈറ്റ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മോശം ഒരു വസ്തുവാണ്. എന്നിട്ടും അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, അത് വളരെ ചീപ്പായിട്ട് കിട്ടും. വളരെ ചീപ്പായിട്ട് ഇങ്ങനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെയാണ് ഈ ഒരു അപ്രൂവലും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തത് തന്നെ. പിന്നീട് എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ചീപ്പായിട്ട് ഉപയോഗിച്ച ഈ ഗ്രാഫൈറ്റ്, അതുപോലെ അനിയന്ത്രിതമായിട്ട് കൂടിയ ആ ഒരു ടെമ്പറേച്ചർ, ഇതെല്ലാം കൂടി ആയപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് ശരിക്കും ഒരു ആറ്റം ബോംബ് പൊട്ടിയതുപോലെ തന്നെ. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുറേ അധികം തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഈ ഒരു എന്താ പറയുക, സയൻസ് മേഖലയിൽ എനിക്ക് അത്ര വലിയ നോളജ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന കാര്യം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ എന്നുള്ളൂ. വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ച് നോക്കിയാൽ മതി. എനിക്ക് എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാദിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാനെന്ന്. ഒരുപാട് മിസ്റ്റേക്ക് വരാം. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ പറ. എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ. ചിലപ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ഏതോ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഞാനും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ വിശദമായിട്ട് തന്നെ ഒരു നോട്ട് എഴുതി
എഴുതിയിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പിൻ ചെയ്ത് വെക്കാം, ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് മനസ്സിലായിക്കോട്ടെ. അപ്പോൾ ഈ വാദങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജഡ്ജി ഉണ്ടല്ലോ, ജഡ്ജി ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് എന്നല്ലേ? അതേന്ന് ഒറ്റ വാക്കിൽ തന്നെ ജെറാഡ് ഹാരിസ് മറുപടി കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ ഒട്ടും സേഫ് അല്ലാതെ ഇന്നും നമ്മുടെ നാട്ടിൽ പല റിയാക്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പവർ പ്ലാന്റുകളുണ്ട്. ഇതിനെല്ലാത്തിനും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഭൂഖണ്ഡം തന്നെ ഇല്ലാണ്ടായി പോകും. ഒരു മനുഷ്യജീവി പോലും ബാക്കിയാവില്ല, മനുഷ്യനെന്നല്ല ഒരു ജീവി പോലും ബാക്കിയാവില്ല. ഇപ്പൊ ഇവിടെ വെച്ച് കോടതിക്ക് എന്ത് വിധി പറയണം എന്ന് പോലും അറിയുന്നില്ല. കാരണം ഈ കോടതി വരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഒരു സിസ്റ്റം, ആ സിസ്റ്റമാണ് ഇതിന്റെ കുറ്റക്കാരനായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാക്ഷി പറഞ്ഞതോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ജെറാഡ് ഹാരിസിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയാണ്. കാരണം അവനെതിരെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിനെയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് KGPയുടെ ആ ഒരു തലവനുണ്ടല്ലോ, ഇയാൾ വരികയാണ്. എന്നിട്ടൊരു കാര്യം നമ്മുടെ ജെറാഡിനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇവിടെ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അതിന് വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം, പക്ഷേ ഞങ്ങളത് ചെയ്യാൻ പോകുന്നില്ല. ഈ കോടതിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ എന്തായാലും ഒരക്ഷരം പോലും ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല, ഞങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യും. എന്നാൽ പുറം ലോകം അറിയാൻ പോകുന്നത് നീ അന്ന് പബ്ലിക്കായിട്ട് ആൾക്കാരോട് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും. അതുപോലെ നിനക്ക് ഒരുപാട് പ്രൊമോഷൻസ് ഈ ഇടയായിട്ട് ഞങ്ങൾ തന്നു കഴിഞ്ഞു, അതെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യാണ്. ഇപ്പൊ ഗവൺമെന്റുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ നിന്നെ ഞങ്ങൾ ഇനി കൊല്ലാൻ പോകുന്നുമില്ല. പകരം മരണം വരെ നിന്റെ പിന്നാലെ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവും, ഞങ്ങളുടെ ചാരന്മാരുണ്ടാവും. എന്തെങ്കിലും ഇതിനെതിരെ ഒരു നടപടി നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനടി നിന്നെ വെട്ടിവെച്ച് കൊന്നിരിക്കും. സദാസമയം ഞങ്ങളുടെ കൺട്രോളിലായിരിക്കും നീ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ജെറാഡിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അതുപോലെ തന്നെ നിന്റെ ഈ ഒരു സാക്ഷി പറയുന്നതിൽ എമിലിക്കും മറ്റാ ഒരു കമാൻഡർക്കും യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പൊ ജെറാഡ് പറയണ ഇല്ല, അവർക്ക് യാതൊരു പങ്കുമില്ല, പൂർണ്ണമായിട്ടും ഇതെന്റെ ഡിസിഷനാണ്. അങ്ങനെ കോടതി വിട്ട് ജെറാഡ് ഹാരിസിനെ ഒരു കാറിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. അതേ നേരം തന്നെ എമിലിയും ആ ഒരു കമാൻഡറും അവനങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡും കഴിയുന്നത്. അതായത് ഈ ഒരു വെബ് സീരീസ് ആരംഭിക്കുന്നത് തന്നെ എന്താണ് ചെർണോബിലിൽ നടന്നതെന്ന് ജെറാഡ് ഹാരിസ് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്ത് അത് ഒരുപാട് കാസറ്റുകളിലാക്കിയിട്ട് പുറത്തെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വെച്ച് വീട്ടിലേക്ക് വന്ന് അദ്ദേഹം സ്യൂസൈഡ് എന്ന് കാണിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം റെക്കോർഡ് ചെയ്തു വെച്ച ആ ഒരു റെക്കോർഡർ, ആ ഒരു കാസറ്റ്, ഇതെല്ലാം പുറം ലോകത്തിന് കിട്ടി. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ നടന്നതെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വെബ് സീരീസ് തീരുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെയും അവർ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ ജെറാഡ് ഹാരിസ് റിയൽ ലൈഫിൽ അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് അന്ന് ചെർണോബിലിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് ചെർണോബിലിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. എത്രയോ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ നഗരങ്ങൾ, ഇതെല്ലാം വെറും പ്രേത നഗരം പോലെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോഴും അവിടെ പോയി നിൽക്കാൻ കഴിയില്ല. റേഡിയേഷൻ കാരണം ചിലപ്പോൾ നമുക്ക് ക്യാൻസർ വരെ വന്നേക്കാം. വലിയ ഭീമാകാരമായ ബിൽഡിങ്ങിന്റെ മുന്നിലൊക്കെ അതിനേക്കാൾ ഭീമാകാരമായിട്ടുള്ള മരങ്ങൾ വരെ വളർന്ന് നിൽക്കാൻ തുടങ്ങി. എന്തായാലും പറ്റുവാണെങ്കിൽ ഈ ഒരു വെബ് സീരീസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമല്ലേ, ആ സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരല്ലേ. അപ്പൊ അതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. എന്തായാലും ഈ വെബ് സീരീസ് ഇതോടെ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം, ഇനി മുതൽ നമ്മൾ ഈ ഒരു വെബ് സീരീസ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയതിനു ശേഷം മാത്രമേ ഇനി ഞാൻ ചെയ്യുള്ളൂ. ഒരിക്കലും ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങളുടെ തെറി കേൾക്കാനും എനിക്ക് യാതൊരു താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും എന്ന ആ ഒരു രീതിയിലാകുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗംഭീരമായ വെബ് സീരീസുകൾ ഞാൻ കൊണ്ടുവരും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ പണ്ട് നമ്മുടെ വിജയൻ സാർ പറഞ്ഞത്. പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ആയിക്കോട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.